ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തയിലേക്കാണ്. പത്രപരസ്യ വിവാദത്തിൽ LDFനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി UDF. പരസ്യം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് പരാതി. മതവിദ്വേഷവും വിഭാഗീയതയും ഉണ്ടാക്കുന്ന നടപടിയാണിതെന്നും സംഭവമായ നിയമ നടപടി ഉണ്ടാകണമെന്നും പരാതി. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, ഈ പത്രവിവാദം വന്ന സാഹചര്യത്തിൽ മുതൽ തന്നെ ഈ കാര്യങ്ങൾ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നുള്ളൊരു സൂചനകൾ ആദ്യം മുതൽ ഉണ്ടായിരുന്നതാണ്. ഇതിൽ ഇപ്പോൾ കോൺഗ്രസ് പരാതി നൽകിയിരിക്കുന്നു. പരാതിയുടെ ഉള്ളടക്കം എന്തൊക്കെയാണ്? എന്തായിരിക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചട്ടം ലംഘന പരാതിയിലുള്ള നടപടി? ഇന്ന് രണ്ട് പത്രങ്ങളിൽ, സുപ്രഭാതം, സിറാജ് തുടങ്ങിയ പത്രങ്ങളിൽ സരിൻ തരംഗം എന്ന പേരിൽ വന്ന പരസ്യമാണ് വലിയ വിവാദമായിട്ടുള്ളത്. ഈ പരസ്യത്തിനകത്ത് സന്ദീപ് വാര്യർ മുമ്പ് ചെയ്തിട്ടുള്ള വിദ്വേഷ പോസ്റ്റുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആയിരുന്നു ഈ പരസ്യം. ഇത് വലിയ വിവാദമാകുകയും UDF ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. സന്ദീപ് വാര്യർ തന്നെ പറഞ്ഞത് അതിൽ പറയുന്നത് പലതും വ്യാജ സ്ക്രീൻഷോട്ടുകളാണ് എന്നുള്ളതാണ് സന്ദീപ് വാര്യരുടെ വാദം. പറയുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് നടന്നിട്ടുള്ളത്, മതവിദ്വേഷം പരത്തുന്ന രീതിയിലാണ് LDF ഈ പരസ്യം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ UDFന്റെ പ്രധാനപ്പെട്ട പരാതി. ഈ പരസ്യം നൽകുന്നതിന് ഒരു തരത്തിലുള്ള അനുമതിയും മേടിച്ചിട്ടില്ല എന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇവർ വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമായും മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഒരു തരത്തിലുള്ള അനുമതിയും മേടിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഒരു പത്രപരസ്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരസ്യം നൽകുമ്പോൾ മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി വാങ്ങേണ്ടതാണ്. ഇങ്ങനെ ഒരു പരിശോധനയും ഇല്ലാതെ നടത്തിയ ഈ പരസ്യത്തിൽ അതിനെതിരെ ശക്തമായ നടപടി വേണമെന്നുള്ളതാണ് ഇപ്പോൾ UDF ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രസാദ്, ഇക്കാര്യത്തിൽ ഈ സുപ്രഭാതം പത്രത്തിന്റെ പാലക്കാട് റെസിഡൻഷ്യൽ മാനേജരോട് ADMന്റെ മുൻപാകെ ഹാജരാകുകയും തുടർന്ന് പരസ്യത്തിന്റെ അനുമതി ഉണ്ടായിരുന്നെന്നുള്ള വിശദീകരണമൊക്കെ നൽകിയിട്ടുണ്ടല്ലോ. അത് എന്ത് തരം അനുമതിയായിരുന്നു? അപ്പോൾ MCMC അനുമതി തന്നെയായിരുന്നു അത് ലഭ്യമാക്കിയിരുന്നത്? ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ ഒരു പരസ്യം നൽകിയിരുന്നു. ആ പരസ്യത്തിന് ഇവർ നേരത്തെ അനുമതി മേടിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ പറയുന്ന പരസ്യം സുപ്രഭാതത്തിലും അതോടൊപ്പം തന്നെ സിറാജിലും അതിന് വ്യത്യസ്തമായിട്ടുള്ള പരസ്യമാണ് നൽകിയിട്ടുള്ളത്. അതിൽ സന്ദീപ് വാര്യർ മുമ്പ് നൽകി ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പരസ്യമാണ്. പക്ഷെ അതിന് ഇത്തരത്തിൽ മീഡിയ സെല്ലിന്റെ ഒരു അനുമതി മേടിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സുപ്രഭാതം ഇന്ന് നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ അനുമതിയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ UDF നൽകിയിട്ടുള്ള പരാതിയിൽ അങ്ങനെ ഒരു അനുമതി ഇല്ലാതെയാണ് ആ പരസ്യം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും അതെല്ലാം പരിശോധനകളിൽ തെളിയേണ്ടതാണ്. ഈ വിശദീകരണം നൽകുന്നതോടൊപ്പം തന്നെ അവർ അനുമതി ഉണ്ടെങ്കിൽ ആ അനുമതി രേഖ കൂടി ഒരുപക്ഷെ ഹാജരാക്കേണ്ടി വരും. അതെല്ലാം വരും ദിവസങ്ങളിൽ അതിന്റെ പരിശോധനകളിൽ മാത്രമേ തെളിയൂ. പ്രസാദ്, ഒപ്പം തന്നെ ഇതിലൊരു ചട്ടലംഘനം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ളൊരു നടപടിയായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക? അതിൽ രണ്ട് രീതിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഒരു പരസ്യം നൽകിയിട്ടുള്ളതെങ്കിൽ അത് വിദ്വേഷ പോസ്റ്റാണ് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ വേണമെങ്കിൽ ആ പത്രത്തിന്റെ എഡിഷനെ വരെ ബാധിക്കാവുന്ന തരത്തിലേക്ക് ഇത് പോകാം. മറ്റൊന്ന്, സരിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ കഴിയും എന്നതുകൂടി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും അതെല്ലാം ഇത്തരത്തിലുള്ള പരിശോധന, ആദ്യം ഈ പോസ്റ്റ് UDF പറയുന്നത് പോലെ. ശരി പ്രസാദ്, വ്യക്തമാണ്. പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.